HS Radio. ശിവഗിരി HS Radio. സാസദസനിധ പനിധ മഗ മഗരിസ. സാസദസനിധ പനിധ മഗ മഗരിസ. ശിവഗിരി HS Radio. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് അനാമിക, അതിഥി നേഹ ഫാത്തിമ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. ഡൽഹിയെ വിറപ്പിച്ച് കോൺഗ്രസും. സംസ്ഥാനത്ത് വൈദ്യുതി മുടങ്ങും. ഹയർ സെക്കൻഡറി 1ാം വർഷ പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള, PS പ്രശാന്ത് അറസ്റ്റിൽ. കാസർഗോഡും തലശ്ശേരിയിലും റെയിൽവേ പാഴ്സൽ ഓഫീസുകൾ അടച്ചുപൂട്ടുന്നു. മഴ വീണ്ടും ശക്തമാകും. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. ഡൽഹിയെ വിറപ്പിച്ച് കോൺഗ്രസും. നീറ്റ് പരീക്ഷാ പ്രശ്നത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടി കൊളുത്തിയ പ്രതിഷേധ ജ്വാല ആളിക്കത്തിച്ച് കോൺഗ്രസ്. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ കോൺഗ്രസ് സമരത്തിന് നേതൃത്വം കൊടുത്ത പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളെ പോലീസ് വലിച്ചിഴച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. ബലപ്രയോഗത്തിനിടെ രാഹുലിന് മുറിവേറ്റ് ചോര വാർന്നു. കർണാടക മുഖ്യമന്ത്രി TK ശിവകുമാറിനെ തൂക്കിയെടുത്താണ് പോലീസ് വാനിൽ കയറ്റിയത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP നീക്കുന്നതിനിടെ അദ്ദേഹത്തിന് പരിക്കേറ്റു. പ്രിയങ്ക ഗാന്ധി MPയെ വലിച്ചിഴച്ച് വാനിനടുത്തെത്തിച്ചെങ്കിലും വനിതാ ഉദ്യോഗസ്ഥരില്ലാതെ വാഹനത്തിൽ കയറ്റാനുള്ള ശ്രമം ഏറെ നേരം ചേർത്ത് നിന്നു. സമരത്തിന് പിന്തുണയ്ക്ക് പങ്കെടുത്ത അഖിലേഷ് യാദവ് MP ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തത് ബലപ്രയോഗത്തിലൂടെയാണ്. സംസ്ഥാനത്ത് വൈദ്യുതി മുടങ്ങും. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യത. മഴ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ പവർ എക്സ്ചേഞ്ച് വഴി ആവശ്യമായ അളവിൽ വൈദ്യുതി ലഭ്യമാക്കാത്ത സാഹചര്യമുണ്ടായാൽ ഭാഗികമായി വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുമെന്ന് KSEB അറിയിച്ചു. വൈദ്യുതി ഉപയോഗം മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് ഏകദേശം 200 മുതൽ 300 മെഗാവാട്ട് വരെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. 7 മണിക്ക് ശേഷം പീക്ക് സമയങ്ങളിലായിരിക്കും വൈദ്യുതി നിയന്ത്രണം ഉണ്ടാവുക. എൽനിനോ പ്രതിഭാസത്തെ തുടർന്നുണ്ടായ മഴക്കുറവും അന്തരീക്ഷ താപനില ഉയർന്ന നിലയിൽ തുടരുന്നതും കാരണം സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം മുൻകാലങ്ങളെ അപേക്ഷിച്ച് വർദ്ധിച്ചിരിക്കുകയാണെന്ന് KSEB. കഴിഞ്ഞ ദിവസങ്ങളിൽ നിയന്ത്രണം ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയെങ്കിലും പവർ എക്സ്ചേഞ്ചിൽ നിന്നുള്ള വൈദ്യുതി ആവശ്യത്തിന് ലഭ്യമായതിനാൽ നിയന്ത്രണം ഉണ്ടായില്ല. ഹയർ സെക്കൻഡറി 1ാം വർഷ പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 2026 മാർച്ചിൽ നടന്ന 1ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ആകെ പരീക്ഷ എഴുതിയ 4,10,190 പേരിൽ 4,04,722 പേരുടെ ഫലം ലഭ്യമായി. അതിൽ 2,50,981 പേർ 30% അധികം മാർക്ക് നേടി. ഇത് 62.01%. കഴിഞ്ഞ വർഷം 60.76% ദേശീയ തലത്തിൽ സർക്കാർ വെബ്സൈറ്റുകളിൽ സൈബർ ആക്രമണം നടന്നതിനാൽ സർക്കാർ വെബ്സൈറ്റുകളിൽ പരിശോധന നടന്നതിനാൽ വിശദമായ ഫലം വെബ്സൈറ്റുകളിൽ ലഭ്യമാകാൻ വൈകി. പരീക്ഷാഫലം നേരത്തെ 3 മണിക്ക് വെബ്സൈറ്റിൽ പ്രഖ്യാപിക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. എന്നാൽ 4 മണിയോടെയാണ് റിസൾട്ട് വെബ്സൈറ്റിൽ ലഭ്യമായത്. ശബരിമല സ്വർണ്ണക്കൊള്ള, PS പ്രശാന്ത് അറസ്റ്റിൽ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായ CPI നേതാവ് PS പ്രശാന്തിനെയും അംഗമായിരുന്ന CPI നേതാവ് A അജിത് കുമാറിനെയും പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. 2025 സെപ്റ്റംബറിൽ ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പപാളികൾ ഇളക്കിയെടുത്ത് വീണ്ടും സ്വർണം പൂശാൻ ചെന്നൈയിലേക്ക് അയച്ച സംഭവവുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ്. ഹൈക്കോടതി അനുമതിയില്ലാതെയും ചട്ടവിരുദ്ധമായി നടപടി 2019 സ്വർണ്ണക്കൊള്ള മറയ്ക്കാനുള്ള ആസൂത്രിത ശ്രമത്തിന്റെ ഭാഗമായി എന്നാണ് SITയുടെ കണ്ടെത്തൽ. കാസർഗോഡും തലശ്ശേരിയിലും റെയിൽവേ പാഴ്സൽ ഓഫീസുകൾ അടച്ചുപൂട്ടുന്നു. കാസർഗോഡ് ദശാബ്ദങ്ങളായി പൊതുജനങ്ങൾക്കും വ്യാപാരികൾക്കും ആശ്രയമായിരുന്ന കാസർഗോഡ് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനുകളിലെ പാഴ്സൽ ഓഫീസുകൾ ജൂലൈ 25 മുതൽ അടച്ചുപൂട്ടാൻ ദക്ഷിണ റെയിൽവേ തീരുമാനിച്ചു. ഇതോടെ ഇരു സ്റ്റേഷനുകളിലും പാഴ്സലുകൾ സ്വീകരിക്കുന്നതും അയക്കുന്നതും നിർത്തിവെക്കും. തീരുമാനത്തിനെതിരെ കാസർഗോഡ് റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പാഴ്സൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കാസർഗോഡ് ജില്ലയിലെ ഏക റെയിൽവേ പാഴ്സൽ ഓഫീസാണ് ഇതോടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നത്. തിരുപ്പൂരിൽ നിന്ന് പാൽ ഉൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും, പാലക്കാട്ടിൽ നിന്ന് മരുന്നുകളും, ചെന്നൈയിൽ നിന്ന് അലങ്കാര മത്സ്യങ്ങളും ഉൾപ്പെടെ ജില്ലയിലെത്തിയിരുന്ന ചരക്കുകളുടെ പ്രധാന വിതരണ മാർഗമായിരുന്ന ഈ പാഴ്സൽ സേവനം ബാംഗ്ലൂരു, ചെന്നൈ തുടങ്ങിയ നഗരങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും IT ജീവനക്കാർക്കും ഇരുചക്ര വാഹനങ്ങൾ അയക്കുന്നതിനും ഈ സേവനം വ്യാപകമായി ഉപയോഗിച്ചു വരികയായിരുന്നു. വരുമാനക്കുറവാണ് ഓഫീസുകൾ അടച്ചുപൂട്ടാൻ കാരണമെന്ന റെയിൽവേയുടെ വിശദീകരണം ജീവനക്കാർ തള്ളി.
പ്ലാറ്റ്ഫോം 1ഉം 2ഉം ബന്ധിപ്പിച്ചിരുന്ന ട്രോളി പാത 5 മാസം മുമ്പ് അടച്ചതോടെ മംഗളൂരു കൊങ്കൺ ഭാഗത്തേക്കുള്ള ട്രെയിനുകളിൽ പാഴ്സൽ കയറ്റാനും ഇറക്കാനും സാധിക്കാത്തതാണ് വരുമാനം കുറയുന്നതിന് പ്രധാന കാരണമെന്ന് ജീവനക്കാർ ആരോപിച്ചു. സച്ചിദാനന്ദ സ്വാമിക്ക് ശ്രീനാരായണ ഗുരുരത്നം. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ ശിവഗിരി മഠത്തിൽ ചേർന്നിട്ട് 50 വർഷം പൂർത്തിയാകുന്ന വേളയിൽ ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അന്തർദേശീയ ട്രസ്റ്റായ ശ്രീനാരായണ ഗുരു ഗ്ലോബൽ കോൺഫെഡറേഷൻ ശ്രീനാരായണ ഗുരുരത്നം എന്ന ദേശീയ ബഹുമതി നൽകി സ്വാമിയെ ആദരിക്കും. അജിത് കുമാറിന് സസ്പെൻഷൻ. ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിച്ചതിന് ADGP MR അജിത് കുമാറിന് സസ്പെൻഷൻ. ഈ മാസം 31-ന് DGP ആയി സ്ഥാനക്കയറ്റം കാത്തിരിക്കുകയാണ് സേനയിലെ ഏറ്റവും സീനിയറായ ADGPക്കെതിരെയായ നടപടി. കേസിൽ സസ്പെൻഷനിലാകുന്ന 6ാമത്തെ ഉദ്യോഗസ്ഥനാണ് അജിത്ത്. അജിത്തിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിന് ഉദ്യോഗസ്ഥരായ KP തോംസൺ, KS അരുൺ, സുനിൽ രാജ് കേസ് ഡയറി തിരുത്താനടക്കം ഇടപെട്ടതിന് അജിത് കുമാറിൻ്റെ ഓഫീസിലെ SI-മാരായ ഗിരീഷ്, ശ്രീകാന്ത് എന്നിവർക്കെതിരെ വകുപ്പുതല അച്ചടക്ക നടപടിക്ക് സർക്കാർ ഉത്തരവിട്ടു. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് ശിക്ഷ കൂട്ടാനുള്ള ബില്ലിംഗ് മന്ത്രിസഭ അംഗീകാരം. തിങ്കളാഴ്ച ബിൽ ലോക്സഭയിൽ. ദില്ലി. രാജ്യത്തെ പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് ശിക്ഷ കൂട്ടാനുള്ള ബിൽ മന്ത്രിസഭ അംഗീകരിച്ചു. തിങ്കളാഴ്ച ബിൽ ലോക്സഭയിൽ കൊണ്ടുവരും. 10 കോടി വരെ പിഴ ചുമത്താനും 10 വർഷം വരെ തടവിനുമാണ് ബില്ലിലെ വ്യവസ്ഥ. കേസുകളിലെ വിചാരണ 3 മാസത്തിൽ പൂർത്തിയാക്കാനും ബില്ലിൽ പറയുന്നുണ്ട്. മഴ വീണ്ടും ശക്തമാകും. സംസ്ഥാനത്ത് അടുത്ത 3 ദിവസവും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചത്. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ജൂലൈ 19-ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് തുടരും. ഇന്നലെ മുതൽ 21 വരെ സംസ്ഥാനത്ത് പൊതുവെ നേരിയതോ മിതമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. ഡൽഹിയെ വിറപ്പിച്ച് കോൺഗ്രസും. സംസ്ഥാനത്ത് വൈദ്യുതി മുടങ്ങും. ഹയർ സെക്കൻഡറി 1ാം വർഷ പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള. PS പ്രശാന്ത് അറസ്റ്റിൽ. കാസർഗോഡും തലശ്ശേരിയിലും റെയിൽവേ പാഴ്സൽ ഓഫീസുകൾ അടച്ചുപൂട്ടുന്നു. മഴ വീണ്ടും ശക്തമാകും. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. പോയ വാരത്തിലെ വിജയി. ശരി ഉത്തരം ആരുമില്ല. പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും. ആഗോള എണ്ണ വിതരണ പ്രധാന പാത ഏത്? ഉത്തരം ഹോർമൂസ് കടലിടുക്ക്. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. ശ്രീനാരായണ ധർമ്മസംഘ ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ ശിവഗിരി മഠത്തിൽ ചേർന്നിട്ട് എത്ര വർഷമായി? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. ഈ ആഴ്ചയിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയൊരാഴ്ചയിലെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ. ശിവഗിരി HS റേഡിയോ.